Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Okay, start ചെയ്യാം നമുക്ക്. Okay, ma'am. Yes, ma'am. Start with prayer, thought of the day, and sign. Okay, കഴിഞ്ഞോ? ഷിനു എന്നല്ലേ പേര്? ഷിനു അതെ. Yes, ma'am. വോയിസ് ഒട്ടും ക്ലിയർ ആയിരുന്നില്ല കേട്ടോ. അതെ. ഞാൻ വിചാരിച്ചു പ്രയർ കഴിഞ്ഞു വിചാരിച്ചു, ക്ലിയർ ആയിരുന്നില്ലേ? ഓക്കെ, എപ്പോഴും റേഞ്ച് ചെക്ക് ചെയ്യാം കേട്ടോ. ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്യാം. Okay, ma'am. ഓക്കെ ഷിനു. പിന്നെ ഷിനു എന്നാണ്, ഷിനു ആണോ? Shinnu. ഷിനു ആണ്. ഓക്കെ ഓക്കെ. Then what next? Hi, ma'am. Good afternoon. Yeah, good afternoon. ആരാ പറയൂ. Sign in പറഞ്ഞു. Ma'am, sign in പറയാവേ. Okay. Good afternoon, everyone. My name is Divya. I am warm welcome to Ashwati ma'am and everyone. Have a nice day. Thank you. Hi, ma'am. Good afternoon. Thought of the day. Believe in yourself and you will achieve great things. I repeat, believe in yourself and you will achieve great things. Thank you. ഓക്കെ, നമ്മള് പ്രയറും തോട്ട് ഓഫ് ത്രീ സൈനിങ് അല്ലെ ഫസ്റ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ് ഈ മൂന്നെണ്ണം. സോ ഇത് നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യാം കേട്ടോ. ഞാൻ ചോദിക്കണമെന്നില്ല. പ്രയർ കഴിയുമ്പോൾ അടുത്ത തോട്ട് ഓഫ് ത്രീ ആണോ സൈൻ ആണോ എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യാം, എന്നിട്ട് പറയാം. ഓക്കെ, ഞാൻ നെക്സ്റ്റ് എന്താണ് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ അത് പറയാം. ഓക്കെ, അങ്ങനെയാണ്. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എല്ലാ ക്ലാസ്സിലും അങ്ങനെ ചെയ്യാം. Okay, ma'am. Yeah. Okay. Then how are you all? Fine, ma'am. Fine. Hi. Okay. Then have you had your lunch? Yes, ma'am. Yeah, ma'am. Done. ലഞ്ച് കഴിച്ചിട്ടില്ല. കുറച്ചൊന്നും കഴിച്ചിട്ടില്ല. ക്ലാസ് കഴിയുമ്പോൾ കഴിക്കും അല്ലെ? ഓക്കെ. പിന്നെ എന്താണ് നമ്മള്
കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതെല്ലാനും പഠിച്ചതെല്ലാനും നോക്കിയിരുന്നോ? ഓക്കെ ആണോ? Yes, ma'am. ജസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്താലോ? ആരൊക്കെയാണ്? ഞാൻ പറഞ്ഞു പ്രസന്റ് ചെയ്യണം അല്ലെ? പ്രസന്റ് ചെയ്യാം നമുക്ക്. Yes, ma'am. ആരൊക്കെയാണെന്ന് വെച്ചാൽ പേര് ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് സമയമുണ്ട്. എല്ലാവരെ കൊണ്ടും ചെയ്യിക്കാം. മാം ഞാൻ പറഞ്ഞോട്ടെ. വിദ്യ വിളിച്ചോ? യെസ് മാം, ഞാൻ പറയട്ടെ മാം. പറയൂ. സോ പ്രണൗൺ നെക്സ്റ്റ് അടുത്ത കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പ്രണൗൺ ആയിരുന്നു. സോ വാട്ട് ഈസ് പ്രണൗൺ? എ പ്രണൗൺ ഈസ് എ വേർഡ് യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് നൗൺ ടു അവോയ്ഡ് റിപ്പീറ്റേഷൻ ആൻഡ് മേക്ക് സെന്റൻസ് സ്മൂത്തർ. അപ്പോൾ നമ്മൾ പ്രണൗൺ യൂസ് ചെയ്യുന്നത് നൗണിന് പകരമായി യൂസ് ചെയ്യുന്നു. അത് സെന്റൻസ് സ്മൂത്തർ ആക്കാനും റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്യാനുമാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, Ravi is my friend. Ravi is very kind. We say Ravi is my friend. Okay, he is very kind. So here he is a pronoun that replaces the noun Ravi. അപ്പം നമ്മൾ അവിടെ രവി എന്നുള്ള നൗണിനെയാണ് റീപ്ലേസ് ചെയ്തിട്ട് he യൂസ് ചെയ്തത്. There are 9 types of pronouns. First one is personal pronoun, used in place of specific people or things. For example, I, you, he, she, it, we, they. അങ്ങനെയൊക്കെ പറയും. ഞാൻ, നീ, അവൻ, അവൾ, അത്, ഞങ്ങൾ, അവർ എന്നൊക്കെ പറയുമ്പോൾ അത് പേഴ്സണൽ പ്രൊണൗണിലാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അവിടെ ഷീ എന്നുള്ളതാണ് പേഴ്സണൽ പ്രൊണൗൺ. ദെൻ പൊസസീവ് പ്രൊണൗൺ മീൻസ് ഷോ ഓണർഷിപ്പ് ഓർ പൊസഷൻ. അത് പറയുമ്പോൾ മൈ, മൈൻ, യുവർ, യുവേഴ്സ്, ഹിസ്, ഹെർ, ഹേഴ്സ്, ഇറ്റ് ഈസ്, അവർ, അവേഴ്സ്, ദെയർ, ദെയർസ്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ദിസ് ബുക്ക് ഈസ് മൈൻ. ഇത് എൻ്റെ ബുക്കാണ്. അപ്പോൾ അവിടെ ഓണർഷിപ്പ് ആയിട്ട് പറയുമ്പോൾ എൻ്റെ എന്നുള്ളത് നിന്റെ, നിങ്ങളുടെ, അവൻ്റെ, അവളുടെ എന്നൊക്കെ പറയുന്നത് എന്താണ്? പൊസസീവ് പ്രൊണൗണിൽ വരുന്നതാണ്. ദെൻ റിഫ്ലെക്സീവ് പ്രൊണൗൺ മീൻസ് third one is reflexive pronoun, refers back to the subject of the sentence. Okay, അതായത് നൗണിനും പ്രൊണൗണിനും ശേഷം കീവേഡ്സ് വരില്ലേ? മൈസെൽഫ്, യുവർ സെൽഫ്, ഹിംസെൽഫ്, അങ്ങനെയൊക്കെ വരുന്നതാണ് റിഫ്ലെക്സീവ് പ്രൊണൗണിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി ഡിഡ് ഇറ്റ് ഓൾ ബൈ ഹിംസെൽഫ്. അവനാണ് അതൊക്കെ ചെയ്തത്. ഹിംസെൽഫ്, അവനാണ് ചെയ്തത് എന്നുള്ളത് പറയുമ്പോൾ അവിടെ റിഫ്ലെക്സീവ് പ്രൊണൗൺ ഓർ എംഫാറ്റിക് പ്രൊണൗൺ അങ്ങനെ പറയുന്നുണ്ട്. Fourth one is relative pronoun. Relative pronoun means introduce relative clauses. Example, give non-information about a noun. Okay, a noun കുറിച്ചുള്ള നോൺ ഇൻഫർമേഷൻ തരുന്നതിനെ റിലേറ്റീവ് പ്രൊണൗൺ എന്ന് പറയും. അതായത് whom, whose, which, that. നൗണിനെ കുറച്ചൊരു ഇൻഫർമേഷൻ റിലേറ്റീവ് പ്രൊണൗൺ തരുന്നുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ദ ഗേൾ ഹു ഈസ് സിംഗിങ് ഇസ് മൈ സിസ്റ്റർ. അപ്പോൾ അവിടെ ഹൂ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? റിലേറ്റീവ് പ്രൊണൗൺ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ ഈസ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊണൗൺ. പോയിന്റ് സ്പെസിഫിക് തിങ്സ്. തിങ്സിനെ സ്പെസിഫൈ ചെയ്യുന്നതാണ്. അതായത് ദിസ്, ദാറ്റ്, ദീസ്, ദോസ് എന്നുള്ളത്. ദീസ് ആർ വെരി ടേസ്റ്റി മാംഗോസ്. അവിടെ മാംഗോസ്, ദീസ് മാംഗോസ് ആർ വെരി ടേസ്റ്റി എന്നുള്ളത് പറയുമ്പോൾ ദീസ് എന്നുള്ളത് എന്താണ്? ഞാനത് നോട്ട് ചെയ്ത് വെച്ചപ്പോ ജസ്റ്റ് ക്ലാസ് പ്രിപ്പയർ ചെയ്ത് പറഞ്ഞു പോയതാ മാം. ഓക്കെ മാം, ഓക്കെ. പിന്നെ ഇന്ററോഗേറ്റീവ് ഒന്നും വേണ്ടല്ലോ മാം. ലാസ്റ്റ് വൺ നമ്മളിപ്പോ പഠിച്ചത് ഡിസ്ട്രിബ്യൂട്ടീവ് വരെ എടുത്തിട്ടുള്ളൂ. ഡിസ്ട്രിബ്യൂട്ടീവ് അത് ഇടയിൽ വിട്ടുപോയി മാം. ഞാൻ പറയാം മാം, അതോടെ നിർത്താം. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊണൗൺ എന്ന് പറയുന്നത് നമ്മൾ refers to person or things one at a time. അതായത് each, either, neither എന്നുള്ളതൊക്കെ പറയുമ്പോഴാണ് അവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊണൗണിനെ പറയുന്നത്. ഞാൻ നോട്ട് ചെയ്ത് പോയപ്പോൾ ഞാൻ അങ്ങനെ എഴുതി പറഞ്ഞതാ മാം. സോറി. താങ്ക് യു മാം, താങ്ക് യു. സോ ഇനി നെക്സ്റ്റ് ആരെങ്കിലും പറയുന്നുണ്ടോ? ആരും പറയുന്നില്ല? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോണൗൺ സ്റ്റാർട്ട് ചെയ്തു അല്ലെ? അതിൽ പേഴ്സണൽ പ്രോണൗൺ ആൻഡ് സെക്കൻഡ് വൺ എംഫാറ്റിക് പ്രോണൗൺ, റിഫ്ലെക്സീവ് പ്രോണൗൺ.
then infinite and distributive. ഈ 5 പ്രോണൗൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്താണ്. ഡൗട്ട്സ് ഒന്നും ഇല്ലാതെ വിചാരിക്കുന്നു. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ, the next pronoun is demonstrative pronoun. Demonstrative pronoun keywords എന്ന് പറയുന്നത് this, these, that, those. Okay, this, these, that, those. ഇത്, ഇവ, അത്, അവ എന്നാണ് മലയാളത്തിൽ പറയാ അല്ലെ. സോ ഇത്രയും ഇതിൽ ഏതെങ്കിലും ഒരു കീവേഡ്സ് സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ ആണ്. ഓക്കെ, ക്ലിയർ? അങ്ങനെ മനസ്സിലാക്കാട്ടോ. ദിസ് ഈസ് an ആപ്പിൾ. ദിസ് ഈസ് an ആപ്പിൾ. ദിസ് എന്ന് പറയുന്ന പോർഷനിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവാം. ഒന്ന് ചോദിക്കും ഐഡന്റിഫൈ ദ അണ്ടർലൈൻ പാർട്ട്. ചോദിക്കുകയാണെങ്കിൽ അത് എന്ത് പ്രോണൗൺ ആണ്? ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ ആണ്. ഓക്കെ, ക്ലിയർ? Then interrogative pronoun. Interrogative pronoun എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി അത് ക്വസ്റ്റ്യൻ ആയിരിക്കും. ക്വസ്റ്റ്യൻ. ഓക്കെ, who are you, what is that എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് WH വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? who, whose, whom, what, which എന്നൊക്കെ പറയുന്ന ഈ ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ്? ഇന്ററോഗേറ്റീവ് പ്രോണൗൺ ആണ്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ആയിരിക്കും, WH ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ഇന്ററോഗേറ്റീവ് പ്രോണൗൺ ആണ്. ക്ലിയർ? ക്ലിയർ? ഓക്കെ, ഇനി അങ്ങോട്ടെല്ലാം സിമ്പിൾ ആണ് കേട്ടോ. റിലേറ്റീവ് പ്രോണൗൺ ഞാൻ പറയാവേ, ഇപ്പൊ എല്ലാം ഞാൻ പറയാം. നെക്സ്റ്റ് റെസിപ്രോക്കൽ പ്രോണൗൺ. ഇതിൽ ഈച്ച് അതർ, വൺ അനദർ. ഓക്കെ, ഈ രണ്ട് കീവേഡ് മാത്രമേ വരുന്നുള്ളൂ. ഈച്ച് അതർ, വൺ അനദർ. ഇത് ഇതിന് ഒരെണ്ണം വരാണെങ്കിൽ അത് റെസിപ്രോക്കൽ ആണ്. ഓക്കെ, അപ്പോ ഇന്നെടുത്തത് റിലേറ്റീവ് പ്രോണൗൺ ഞാൻ എടുക്കാം കേട്ടോ. ഞാൻ പറയാവേ, നമ്മൾ 8 പ്രോണൗൺ കംപ്ലീറ്റ് ചെയ്തു. 8 പ്രോണൗൺ ക്ലിയർ ആണോ? ഇതില് റിഫ്ലക്സീവും എംഫാറ്റിക്കും ആണ് കുറച്ചൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത്. അത് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, ബാക്കി എല്ലാം കീവേഡ് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ്. അപ്പൊ 8 പ്രോണൗൺ ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ ആണ്. ഇനി റിലേറ്റീവ് പ്രോണൗണിലേക്ക് പോവാം. റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുമ്പോ ഒരു സെന്റൻസിൽ നിന്ന് മറ്റൊരു സെന്റൻസിലേക്ക് നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് ഈ റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അത് റിലേറ്റീവ് ഒന്നും കൂടി പറയും. ഞാൻ പറയാണേ. മഞ്ജു, എന്താണ് മഞ്ജു മെസ്സേജ് അയച്ചത്? മാം എന്തായിരുന്നു? മഞ്ജു രാകേഷ്. മാം ദിവ്യ പറഞ്ഞപ്പോ ഒരു സംശയം തോന്നിയതാ. എന്തോ നൗണും പ്രൊനൗണും റിഫ്ലക്സീവ് പ്രൊനൗണിൽ വരുമോ എന്ന് എനിക്കൊരു ഡൗട്ട്. റിഫ്ലക്സീവ് പ്രൊനൗൺ നൗണിലും പ്രൊനൗണിലും വരില്ലല്ലോ. അതൊക്കെ. അപ്പം ദിവ്യ പറഞ്ഞ എനിക്ക് തിരിഞ്ഞ് അങ്ങനെ നൗൺ വരുമോ? ഇല്ല കേട്ടോ, എംപാറ്റിക് ആണ്. ഓക്കെ, നൗണിലും പ്രൊനൗണിന് ശേഷം വരുന്നത് എംപാറ്റിക് ആണ്. ഓക്കെ ഓക്കെ, ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഹലോ, ചോദിച്ചോളൂ. I didn't buy any one of the dictionaries in the library. പക്ഷെ ആ എക്സാമ്പിൾ കിടക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസിലാണല്ലോ. ആ പേജ് നമ്പർ 33 ലാസ്റ്റ്. ഇപ്പോ when more than 2 persons or things are meant, anyone or none is used. ഒരുപാട് സാധനങ്ങൾക്കിടയിൽ പറയുന്നത്. ഇപ്പൊ I didn't buy any one of the dictionaries in the library. ഡിക്ഷണറീസ് എന്ന് യൂസ് ചെയ്തത് പ്ലൂറൽ ആണ്. ഒരുപാട് ഡിക്ഷണറിക്കിടയിൽ ഒരെണ്ണം പോലും വാങ്ങാൻ പറ്റിയില്ല. anyone. മനസ്സിലായോ? ആ രീതിയിലാണ് മീനിങ് നോക്കുക. മീനിങ് നോക്കിയിട്ടാണ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോ അത്രയും ഒന്നും ചിന്തിച്ചില്ലെങ്കിലും ഈച്ചും ഐദർ നൈദർ ഇത് മൂന്നും മാത്രമേ എക്സാമിന് വരൂ. ഓക്കെ, ഈച്ച് എന്താണ് പറയൂ?
ഈച്ചിന്റെ മീനിങ് എന്താ? ഈച്ച് ഓരോന്നാണ്. ഓരോന്നും ആണ് അല്ലെ. ഐതർ എന്താണ് അപ്പോ? രണ്ടിലേതെങ്കിലും ഒന്നുകിലാണ്. ഏതെങ്കിലും ഒന്ന് അല്ലെ, ഏതെങ്കിലും ഒന്നെന്നാണ്, ഒന്നുകിൽ അല്ലെ. ഇന്ന് ഐതർ ആണെങ്കിലോ രണ്ടുമല്ല. രണ്ടുമല്ല അല്ലെ, രണ്ടുമല്ല. അപ്പൊ ഈച്ച് ഓരോന്നും ഐതർ ഒന്നുകിൽ നൈതർ രണ്ടുമല്ല. ഇനി ഏതാണ്? ഏതെങ്കിലും 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 ഒന്ന് അല്ലെ, അല്ലെ. ഇനി ഏതെങ്കിലും എന്നൊരു മീനിങ്ങിലാണ്. അപ്പൊ എല്ലാത്തിനും മീനിങ് ഏകദേശം സെയിം അല്ലേ? അല്ലെ, ആണോ? അതെ. അതെ. Yes, ma'am. Okay. Neither of is followed by a plural noun, but the verb must be singular. അവിടെ ഒരു എന്താ പറയാ, ഒരു റൂൾ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും ആധികാരികമായി കിടക്കാനാണ് കേട്ടോ. അപ്പൊ ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു, ഈച്ച് ഐദർ നൈദർ വരുന്നതൊക്കെ എന്താണ്, അതിലേതെങ്കിലും ഒരു കീവേഡ് വന്നാൽ അത് ഡിസ്ട്രിബ്യൂട്ടീവ് ആണെന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഓക്കെ. ഇപ്പോ ഐദർ ഡിനോട്ട്സ് വൺ ഓഫ് ടു പേഴ്സൺസ് ഓർ തിങ്സ്. ഐദർ എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒന്നെന്നാ പറയുന്നത്. രണ്ടാൾക്കാരിൽ ഏതെങ്കിലും ഒരെണ്ണം അല്ലെ. ഈച്ച് ഓഫ് ദ ബുക്സ് ഹാസ് പേജസ് മിസ്സിംഗ്. ഓരോ ബുക്സിലും എന്നാണ് പറയുന്നത്. ഓക്കെ. ഇപ്പോ ഐദർ ഇൻഡിക്കേറ്റ്സ് വൺ ഓഫ് ടു പേഴ്സൺ തിങ്സ്. ഐദർ സെയിം തന്നെയാണ്. ഇവിടെ വേറെ രീതിയിൽ നമുക്ക് ഐദർ യൂസ് ചെയ്യാം. ഐദർ ഓഫ് ഫോളോഡ് ബൈ പ്ലൂറൽ നൗൺ ബട്ട് ദ verb must be singular. ഐദർ ശരിക്കും ഫോളോ ചെയ്യുന്ന പ്ലൂറൽ നൗണിനെയാണ് അല്ലെ. ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയാണ് ഐദർ പറയാം. ഒന്നുകിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിലാണ് ഒന്നുകിൽ എന്ന് പറയാം. ഒരെണ്ണത്തിന് ചൂണ്ടിക്കാണിച്ച് നമ്മൾ പറയില്ലല്ലോ. അഞ്ജന, അഞ്ജന ക്ലാസ്സിലുണ്ടോ? ഓക്കെ. ഓക്കെ, അഞ്ജന ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ഒന്ന് റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്യാ. ഓക്കെ, ലെഫ്റ്റ് ആയിട്ട് ഒന്നൊരു ജോയിൻ ചെയ്യാൻ നോക്കാം കേട്ടാ. അപ്പോ ഐദർ എന്ന് പറയുന്നത് ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഒരെണ്ണം. അത് മലയാളത്തിലാണ് നമ്മൾ അങ്ങനെയെങ്കിലും പറയാം അല്ലെ. ഏതെങ്കിലും ഒന്നെടുക്കാൻ പറയും. ആ രീതിയിലാണ് ഐദർ അവിടെ വരാം. അത് ഫോളോ ചെയ്യുന്നത് പ്ലൂറൽ നൗണിനെ ആയിരിക്കും. പക്ഷെ എന്താണ് അവിടെ വേർബ് യൂസ് ചെയ്യേണ്ടത്? ഏതെങ്കിലും സിംഗുലർ വേർബ് ആയിരിക്കും. അത് ഞാൻ ഇപ്പൊ പറഞ്ഞാല് നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല. പ്ലൂറൽ സിംഗുലർ വേർബ്, പ്ലൂറൽ വേർബ് ഇതൊന്നും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഓക്കെ, അറിയാവുന്നവരുണ്ടാകാം, അറിയാത്തവരുണ്ടാകും അല്ലെ. സോ അതിനിപ്പോ പറഞ്ഞാല് മൊത്തത്തിൽ കയ്യിന്ന് പോകും, പഠിച്ചതൊക്കെ പോകും, ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും. ഒരു കാര്യം ചെയ്യും, ഇത്രയും മനസ്സിലാക്കാം. ഈച്ച് ഐദർ നൈദർ ഏതെങ്കിലും ഒരു കീവേഡ് വരാണെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ടീവ് ആണെന്ന് മനസ്സിലാക്കാം. ഞാൻ ടെൻസ് എടുക്കുന്ന ടൈമിൽ ഈ പ്ലൂറൽ വേർബും സിംഗുലർ വേർബും ഒക്കെ എടുക്കുന്നുണ്ട്. ആ ടൈമിൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഇത്രയും ചിന്തിക്കാം. എനിവൺ എന്ന് പറയുന്നതും നൺ എന്ന് പറയുന്നതും സെയിം മീനിങ് ആണ്. നൈദർ എന്താണ്? രണ്ടും അല്ല. നൺ എന്താണ്? ഒന്നുമില്ല അല്ലെ. എനിവൺ എന്താണ്? ഏതെങ്കിലും ഒന്ന്. ഐദറോ ഒന്നുകിൽ, അല്ലെങ്കിൽ ഈച്ച് എന്താണ്? ഓരോന്നും. ഏകദേശം സെയിം മീനിങ് തന്നെയാണ്. അത്രയും മനസ്സിലാക്കും. ഓക്കെ, കുറെ പറഞ്ഞാല് കൺഫ്യൂഷനോ എല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കൺഫ്യൂഷൻ ഒന്നും വരണം കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങള് ബിഗിനേഴ്സ് ആണ്, ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ട്. സോ അതിൻ്റെതായ കൺഫ്യൂസിങ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഒക്കെ ലീവ് ചെയ്യും. ഇപ്പൊ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ബാക്കി വരുന്ന ഡൗട്ട്സ് എല്ലാം ഒരുപാട് ക്ലാസ്സസ് ഞാൻ അവിടെ പോകും തോറും ടെൻസ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആവും. ഓക്കെ, അപ്പോ റിലേറ്റീവ് പ്രോണിലേക്ക് വരാണ്. ഞാൻ പറഞ്ഞു ഞാനൊരു സെന്റൻസ് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടേ. ദ ഗേൾ ഡാഷ് ഹെൽപ്ഡ് മീ. ഇതിൽ ദ ഗേൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ ജസ്റ്റ് ഒരു വേർഡ് ആയിട്ട് തോന്നും, പക്ഷെ സെന്റൻസ് ആയിട്ട് കാണാം. സെന്റൻസ് ആണെങ്കിൽ ഇപ്പോ ഫസ്റ്റ് സെന്റൻസും സെക്കൻഡ് സെന്റൻസും നമുക്ക് ജസ്റ്റ് അങ്ങനെ പറയാം. അപ്പൊ ഈ ഫസ്റ്റ് സെന്റൻസിനെയും സെക്കൻഡ് സെന്റൻസിനെയും കണക്ട് ചെയ്യുന്ന ഒരു വേർഡ് ഉണ്ട് അല്ലെ. അവിടെ മിസ്സിംഗ് ആണ് ആ വേർഡ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്താ റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. റിലേറ്റ് ചെയ്യുന്നതാണ് ആ വേർഡ്. സോ ദാറ്റ്സ് കോൾഡ് റിലേറ്റീവ് പ്രോണൗൺ. ഇവിടെ ഏത് വേർഡ് ആയിരിക്കും എന്ന് പറയോ? ആർക്കെങ്കിലും അറിയാവോ? ദ ഗേൾ ഡാഷ് ഹെൽപ്ഡ് മീ. ഹൂ ആണ് അല്ലെ. ഹൂ ആണ്. ദ ഗേൾ ഹൂ ഹെൽപ്ഡ് മീ.
ക്ലിയർ. അപ്പൊ റിലേറ്റീവ് പ്രോണൗൺ എന്താണെന്ന് ഏകദേശം മനസ്സിലായി. ഇനി കീവേഡ്സ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഇവിടുത്തെ കീവേഡ്സ് ഹൂ, ഹൂസ്, ഹൂം, വിച്ച് ആൻഡ് ദാറ്റ്. ഇത്രയും കീവേഡ്സ് ആണ് റിലേറ്റീവ് പ്രോണൗണിൽ വരാം. ഹൂ, ഹൂസ്, ഹൂം, വിച്ച് ആൻഡ് ദാറ്റ്. ഓക്കെ, ക്ലിയർ? കീവേഡ്സ് മനസ്സിലായി? ഓക്കെ. ഇനി അടുത്തൊരു എക്സാമ്പിള്. എക്സാം ടെക്സ്റ്റ് ചെയ്യാവേ. Just wait a second. ഓക്കെ, സെന്റൻസ് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടേ, നോക്കാം. ദ ബുക്ക് ഡാഷ് ഐ ബോട്ട് യെസ്റ്റർഡേ. ഐ ഉണ്ടേ, ഐ മിസ്സിംഗ് ആണ് കേട്ടോ. ദ ബുക്ക് ഡാഷ് ഐ ബോട്ട് യെസ്റ്റർഡേ. ഇവിടെ ഏതായിരിക്കും മിസ്സിംഗ്? തന്നിരിക്കുന്ന കീവേഡ്സിലോ ഏതെങ്കിലും കീവേഡ് ആയിരിക്കും അല്ലെ? ഏതൊക്കെയാണ്? ഹൂ, ഹൂസ്, ഹൂം, വിച്ച് ആൻഡ് ദാറ്റ്. ഇതിൽ ഏതായിരിക്കും അവിടെ വരാം? വിച്ചാണോ? വിച്ച്, ദാറ്റ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ ഈ സെന്റൻസിൽ എന്തിനെ കുറിച്ചാ പറയുന്നത്? ബുക്ക് ആണ് അല്ലെ. സോ ബുക്ക് എന്ന് പറയുന്നത് ഒരു തിങ് ആണ്, ഒരു വസ്തുവാണ് അല്ലെ. അപ്പോ തിങ്സ് ഓർ ആനിമൽസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് വിച്ച് അല്ലെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യാം. റിലേറ്റീവ് പ്രൊനൗൺ ആയ വിച്ച് ഓർ ദാറ്റ് വി ക്യാൻ യൂസ്. എന്തിനൊക്കെ കൂടെ? അനിമൽസ് ആൻഡ് തിങ്സ് ആണ് വരുന്നതെങ്കിൽ. ഓക്കെ, ക്ലിയർ? ഇനി ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ ഹൂ, ഹൂസ്, ഹൂം യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഓപ്ഷൻ ഇപ്പോ ദ ബുക്ക് ഐ ബോട്ട് യെസ്റ്റർഡേ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ 4 ഓപ്ഷൻസ് നമുക്ക് തരും അല്ലെ. ഇതില് 4 ഓപ്ഷൻസില് നോക്കിയേ, ഹൂ, ഹൂസ്, വിച്ച്, ഹൂം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസിൽ വിച്ച് ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആൻസർ വിച്ച് എഴുതാം. വിച്ചിന് പകരം ദാറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ദാറ്റ് എഴുതാം. ഓപ്ഷൻസിൽ ഒരിക്കലും വിച്ചും ദാറ്റ് ഒരുമിച്ച് വരില്ല. ക്ലിയർ? മനസ്സിലായോ? അപ്പൊ തിങ്സും അനിമൽസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് വിച്ച് ഓർ ദാറ്റ് യൂസ് ചെയ്യാം. ക്ലിയർ ആണ്? ഇനി അടുത്തൊരു എക്സാമ്പിൾ എഴുതണ്ട നോക്കാം.
She's the girl dash I helped yesterday. Say. This is the girl dash I helped yesterday. ഇവിടെ ഏത് റിലേറ്റീവ് പ്രോണൗൺ ആയിട്ട് വരാം? Whom I had. Whom I helped yesterday. ഓക്കെ, എല്ലാവരും പറയും. എന്തായാലും ഹൂ, ഹൂസ് ഹൂ, ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും അറിയാം. കാരണം വസ്തുവോ അനിമലോ അല്ല, ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പൊ ഹൂ, ഹൂം, ഹൂസ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കാം. ഏതായിരിക്കും അപ്പൊ? ഹൂ പറയുന്നുണ്ട്, ഹൂം പറയുന്നുണ്ട്, ഹൂസ് പറഞ്ഞു, എല്ലാം പറഞ്ഞല്ലോ. ഇതില് എങ്ങനെ കണ്ടുപിടിക്കുക? സിമ്പിൾ ആയിട്ട് എങ്ങനെ കാണാം അല്ലെ? എങ്ങനെ നമുക്ക് അറിയാൻ പറ്റണം ഏതായിരിക്കണം എന്ന് സിമ്പിൾ ആയിട്ട് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നോക്കിയേ. ഷീസ് ദ ഗേൾ ദാറ്റ് ഐ ഹെൽപ്ഡ് യെസ്റ്റർഡേ. അങ്ങനെ മലയാളം മീനിങ് ഒന്ന് വായിച്ചേ. എന്തായിരിക്കും മലയാളം മീനിങ്? എന്താണ് അതിന്റെ? ഞാൻ ഇന്നലെ ഹെൽപ്പ് ചെയ്തത്. ഈ പെൺകുട്ടിയാണ് ഇന്നലെ ഞാൻ ഹെൽപ്പ് ചെയ്തത്. ഈ പെൺകുട്ടിയാണ് ഞാൻ ഇന്നലെ ഹെൽപ്പ് ചെയ്തത് അല്ലെ? ഷീസ് ദ ഗേൾ ദാറ്റ് ഐ ഹെൽപ്ഡ് യെസ്റ്റർഡേ. പെൺകുട്ടിയാണ് ഞാൻ ഇന്നലെ ഹെൽപ്പ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണ് അതിന് മലയാളം മീനിങ് വരാം. അതിനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. ആരെ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാലോ. ആരെ അല്ലെ? അപ്പൊ ഇതിൽ ഏതാണ് ആരെ എന്ന് പറയുന്ന വേർഡ്? ഏതാണ്? അല്ലെ? ഹൂ ആര്, ഹൂ ആരെ, ഹൂസ് ആരുടെ. അപ്പൊ ഇവിടെ ആരെ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ എളുപ്പം അല്ലെ? ആരെയാണ് ഹെൽപ്പ് ചെയ്തത് ചോദിക്കാം. സോ ഇവിടെ വരുന്ന റിലേറ്റീവ് പ്രോണൗൺ ഏതാണ്? ആരെയാണ്, ഹൂമാണ്. ഹൂമാണ്. ക്ലിയർ? മനസ്സിലായപ്പോ അല്ലെ? അടുത്തൊരു എക്സാമ്പിൾ എഴുതാം. This is the friend dash father is doctor. This is the friend dash father is doctor. ഇവിടെ ഏതായിരിക്കും വരാം? Whose father is doctor. മീനിങ് എന്താണ്? ഇതിന്റെ ഫ്രണ്ട് ആണ്, ഇവന്റെ അച്ഛൻ ഡോക്ടർ ആണ് അല്ലെ? ക്വസ്റ്റ്യൻ എന്ത് വരും? ആരുടെ അച്ഛൻ? ആരുടെ ഫാദർ? അപ്പോ ഹൂസ് ആണ് കേട്ടോ. ഹൂസ് ഫാദർ. ആരുടെ അച്ഛൻ പറഞ്ഞാൽ ഹൂസ് ഫാദർ ആണ്. സോ ഹൂസ് ആണ് അവിടെ റിലേറ്റീവ് പ്രോണൗൺ ആയിട്ട് വരാം. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് ഇതേപോലെ തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ ഇപ്പൊ ഓരോ എക്സാമ്പിൾ പറഞ്ഞല്ലോ അല്ലെ? ഈ മോഡൽ ഈ ടൈപ്പ് ആയിരിക്കും എക്സാമിൽ ക്വസ്റ്റ്യൻ വരാം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിരിക്കും. ഓപ്ഷൻസ് വരും, ബ്ലാങ്ക്സ് ഫിൽ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ടെക്സ്റ്റ് നോക്കാം. ദ ഗേൾ ഡാഷ് ഹെൽപ്ഡ് മീ ഈസ് യുവർ സിസ്റ്റർ. ഹൂ ആണ് വരാ അല്ലെ? Then the students dash we admitted last week are brilliant ones. Whom ആണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയും കീവേഡ്സ് ആണ് എന്താ റിലേറ്റീവ് പ്രോണൗണിലുള്ളത്. സോ ആ കീവേഡ്സ് വെച്ച് മാത്രമായിരിക്കും ക്വസ്റ്റ്യൻസും വരാം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണ്, ക്ലിയർ ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. പ്രോണൗൺ ഒരു 9 types of pronouns നമ്മൾ ഡിസ്കസ് ചെയ്തു. Do you have any questions about that?
ക്ലിയർ? ക്ലിയർ ആണോ? എന്താണെന്ന് മിണ്ടാത്തെ? ഭയങ്കര ശോകമാണല്ലോ ക്ലാസ്. ആണോ എല്ലാവരും? Yes, ma'am. Yes, ma'am. യെസ്. ഓക്കെ ആണപ്പോ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എക്സസൈസ് ഒക്കെ അതിന്റെ ആൻസർ ഒക്കെ നമ്മൾ തന്നെ എഴുതണോ? എന്തോ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആൻസർ തന്നെ എഴുതണോ? എക്സസൈസ് തന്നെയാണ് ഇതില്. നമുക്കിത് നോക്കാട്ടോ. എക്സസൈസ് 2 നോക്കാം. Reciprocal pronouns. റീന വോയിസ് ക്ലിയർ അല്ല, ബ്രേക്ക് ആവുന്നു. റീന ക്ലിയർ അല്ല കേട്ടോ, കേട്ടില്ല ഞാനൊന്നും. എക്സസൈസ് 2 ഒന്ന് നോക്കിയേ നിങ്ങള്. ആൻസർ ചെയ്യാൻ പറ്റും നോക്കൂ. Dash is your opinion about learning Arabic. What is your opinion? What is your opinion? Which of? Yeah, what's your opinion about learning Arabic? Dash of your brothers gave you this book. Which of your brother? Yeah, which of your brother gave you this book? Which ആണ് ട്ടോ. Reciprocal pronoun. Yeah, Reena text ചെയ്തു ട്ടോ. Doubts text ചെയ്യൂ ട്ടോ, ഞാൻ വായിച്ചോളാതെ. Then third one, Dash is responsible for this mistake. Who is responsible? Who is responsible for this mistake? Yeah. Dash, do you find Whom? Whom did you find finally? Why did you find it? Wait, what? ആരെയാണ്? What did you know? Whom? What did you know? മിസ് ഒന്നും ക്ലിയർ ആവുന്നില്ല ആകെ. Ma'am, whom അല്ലേ ഇതിന്റെ ആൻസർ വരുന്നത്? D. What? Whom did you? ആരെയാണ്? മീനിങ് എന്താണ്? ആരെയാണ് നിങ്ങൾ സെക്രട്ടറി ആയിട്ട് ഫൈനലി എലക്ട് ചെയ്തത്? Whom ആണ്. Yeah, whom did you find elect secretary? Any Dash is this bag? Who is this bag? Who is this bag? Whose? Whose this bag? Whose is this bag എന്ന് വരും. Who is No, ma'am. Who അല്ലേ മാം? Who is this bag? ഈ ബാഗ് ആരാണ്? ഈ ബാഗ് എന്നാണോ? Who's this? Whose is this? വിച്ച് ആണോ മാം? ഈ ബാഗ് ഏതാണെന്ന് ചോദിക്കാം. Which is this bag? അത് ചോദിക്കാം. Whose വരോ? Whose is, ആ whose വേറെ അല്ലേ അല്ലെ? Whose this bag? Whose this bag എന്ന് ചോദിക്കാം. Whose കഴിഞ്ഞിട്ട് പിന്നെ ഈസിന്റെ ആവശ്യമില്ല. Whose bag is this പറയുള്ളൂ. Whose വരുന്നു, whose bag is this അങ്ങനെ വരുള്ളൂ. അങ്ങനെ ചോദിക്കാം. ഇവിടെ മിക്കവാറും which is this bag ആയിരിക്കും. Which is this bag എന്നായിരിക്കാം. Okay. Dash did you see with her? What did you see with her? Whom did you see with her? അവളുടെ കൂടെ ആരെയാണ് കണ്ടത്? Whom did you? Whom did you see with her? Yeah. Dash dictionary is yours. Whose dictionary is yours? Which dictionary is yours? Which dictionary is yours? Which dictionary is yours? Which dictionary ആണ്? Dictionary അല്ലേ? Yeah. That is her academic qualification. What is? What is her academic Her academic qualification. Okay. Dash helped you. Who helped you? Who helped you? Who helped you? Dash bag did you steal?
Which Which bag? Which Bag. Whose Bag. bag? Yeah, which bag did you see? Okay. Whose bag വരും മാം? ഇവിടെ മാം ഹൂസ് whose ബാഗ് വരത്തില്ല ഇതിനകത്ത്? Whose ബാഗും വരാട്ടോ. ആരുടെ ബാഗ് ആണെന്ന് ചോദിക്കാം, ഏത് ബാഗ് ആണെന്ന് ചോദിക്കാം, രണ്ടും വരാം. ഇനി എക്സസൈസ് 3. മാം ഇതിനകത്ത് ഫസ്റ്റ് എക്സസൈസ് നമുക്ക് എങ്ങനെയാ ചെയ്യേണ്ടത്? ലൈക്ക് ജോയിൻ ദി ഫോളോയിങ് പെയർസ് ഓഫ് ദി സെന്റൻസ് മീനിങ്ഫുള്ളി. സോ അതിനകത്ത് എങ്ങനെയാ ചെയ്യേണ്ടത് അത്? ഇത് meaningfully using emphatic pronoun വെച്ചിട്ട് ഇത് ചെയ്യണം. അതായത് emphatic pronoun എന്താണ്? noun pronoun ശേഷം വരുന്നതാണ്. അപ്പൊ she washed her car herself. എന്ന് വരും. She washed her car herself. കാറിന് ശേഷം herself വരുന്നു. Okay. Ma'am, himself. That means joining words പോലെ നമുക്ക് വേണ്ടിയത്. ജോയിൻ ചെയ്യാം. emphatic pronoun വെച്ചിട്ട് ജോയിൻ ചെയ്ത് എഴുതാം. അത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് എക്സാമിന് വരില്ല കേട്ടോ. ഇപ്പോ ഫസ്റ്റ് നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയല്ലോ. ഞാൻ നാളെ മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്യാം. അറ്റൻഡ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ടെൻഷനും എല്ലാം മാറും. നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് എക്സാം എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. Okay, ma'am. ഓക്കെ. Okay, ma'am. ഇനി പ്രത്യേകിച്ച് ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? ക്ലാസ് ഓക്കെ ആണോ? Okay ആണ് മാം. Okay ആണ്. Okay, so tell me about my class. Anything? Positive or മോക്ക് negative? You can say ടെസ്റ്റിന്റെ എന്തെങ്കിലും ടൈമിംഗ് ഉണ്ടോ? ഒരു ടൈമിംഗ് ഇല്ല. അല്ല, മീൻസ് ഡ്യൂറേഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്തിലുള്ള ഡ്യൂറേഷൻ ചോദിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ലൈക് നോർമലി എക്സാംസ്, ഓൺലൈൻ എക്സാംസിനകത്ത് ഒരു ടൈം സെറ്റ് ചെയ്യുമല്ലോ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട്. അങ്ങനെ വല്ല ഉണ്ടോ? നെഗറ്റീവ് മാർക്കിംഗോ അങ്ങനെ? എക്സാമിന് ഉണ്ട്, പക്ഷെ മോക്ക് ടെസ്റ്റ് അങ്ങനെയല്ല. എക്സാമിന് മീൻസ് 1 hour ആണ് എക്സാം ഡ്യൂറേഷൻ വരാം. ഓക്കെ. അതിനകത്ത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ? നെഗറ്റീവ് ഒന്നുമില്ല. ഓക്കെ. ഓക്കെ. മോക്ക് ടെസ്റ്റിന് കറക്റ്റ് ആൻസർ തരുമോ മാം? തെറ്റിപ്പോയാൽ കറക്റ്റ് ആൻസർ കാണിക്കുമോ? കാണിക്കാം. അറ്റൻഡ് ചെയ്ത് നോക്കൂ, എന്നിട്ട് പറയാം. ഇത് ചെയ്യുന്നേക്കാൾ മുന്നോട്ട് ടെൻഷൻ അല്ലേ? പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഓക്കെ. മാം എന്താണ് റെസിപ്രോക്കൽ? എന്താണ് പിന്നെയും ചോദിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. നാളെ 1:30 നോർമൽ ക്ലാസ് ആണ്. എന്താണ് നോർമൽ ക്ലാസ് ആണല്ലോ. റെസിപ്രോക്കൽ പ്രൊണൗൺസ് വേണ്ടേ മാം? റെസിപ്രോക്കൽ പ്രൊണൗൺസ് ഞാൻ എടുത്തല്ലോ, ഞാൻ പറഞ്ഞല്ലോ. എക്സാം ഇല്ല, മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. അത് ക്ലാസ് റൂമിൽ വന്ന് കിടക്കും. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിൽ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. മാം യു മസ്റ്റ് ഡു ദ വർക്ക് യുവർ സെൽഫ് ആണോ യുവർ സെൽഫ്സ് ആണോ മാം? പ്ലൂറൽ വെക്കണോ? യുവർ സെൽഫ് യുവർ സെൽഫ് ആ വരുന്നത്. ഓക്കെ. പിന്നെ എന്താണ്? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ. റെസിപ്രോക്കൽ പ്രൊണൗൺസ് വേണ്ടേ? റെസിപ്രോക്കൽ പ്രൊണൗൺസ് ഞാൻ എടുത്തട്ടോ. എന്താണ് പ്രത്യേകിച്ചൊന്നുമില്ല അതില്. ഈച്ച് അതറും വൺ അനദർ ആണ് അതിലെ കീബോർഡ് എന്ന് പറയുന്നത്. അത് വരാണെങ്കിൽ റെസിപ്രോക്കൽ ആണ്. സോ കീബോർഡ്സ് നന്നായിട്ട് പഠിക്കുക. ഇതിന്ന് എന്തായാലും എക്സാമിന് ക്വസ്റ്റ്യൻ വരും, ഷുവർ ആണ് കേട്ടോ. ഡൗൺ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും എല്ലാ എക്സാമിനും ക്വസ്റ്റ്യൻ ചോദിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇപ്പൊ ഇത് ചാപ്റ്റർ എടുത്തു കഴിഞ്ഞല്ല, ഇനി എക്സാം ഇപ്പൊ ക്ലാസ് റൂമിൽ വന്ന് നടക്കുന്നാണോ പറയണത്? എക്സാം ചെയ്ത് എന്നിട്ട് നമ്മള് ചെയ്ത് അതിൽ ഇട്ട് വെക്കണോ? അപ്പൊ അത് നോക്കാം അല്ലേ? ഓക്കെ. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നത് തന്നെ അറിയാൻ പറ്റും. ഓക്കെ മിസ്, ഇന്നത്തെ ക്ലാസ് എനിക്ക് ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പൊ അല്ലാണ്ടിരിക്കുക, പ്രഷർ ഭയങ്കര ലോവാണ്, അതാ മിണ്ടാണ്ടിരിക്കണ്ടായിരുന്നു. ആണോ? ഓക്കെ, റെസ്റ്റ് എടുത്തോളൂ കേട്ടോ. ഓക്കെ മിസ്. ഓക്കെ. പിന്നെ എന്താണ്? ഇപ്പൊ പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് നമുക്ക് സംസാരിച്ചിരിക്കാം. ഓക്കെ ആണോ? സംസാരിക്കാം. മിസ് ആദ്യത്തെ പഠിപ്പിച്ച എക്സസൈസും കൂടി അതിന് ആൻസർ നമ്മളല്ലേ ചെയ്യേണ്ടത്? ഫസ്റ്റ് പഠിപ്പിച്ചതിന്റെ അത് നമ്മളെ ചെയ്യണല്ലേ? പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, കാരണം അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. അത് മാത്രമല്ല നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് വരും. അപ്പൊ മനസ്സിലാവും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണോ വരാ, സിമ്പിൾ ആണല്ലോ എന്ന് നിങ്ങൾ തന്നെ പറയും. അറ്റൻഡ് ചെയ്തിട്ട് വരും കേട്ടോ. അപ്പൊ മനസ്സിലാവും.
ഓക്കെ. നാളെ തന്നെ ഇടുവോ ക്വസ്റ്റ്യൻസ്? മാം മോക്ക് ടെസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമുക്ക് മെയിൻ എക്സാമിന് വരുമായിരിക്കുമോ? അങ്ങനെ ചോദിച്ചാല് ഇംഗ്ലീഷ് അല്ലേ, ഇംഗ്ലീഷ് ആകുമ്പോഴൊക്കെ എവിടെ നമ്മുടെ ക്വസ്റ്റ്യൻസ് കിട്ടുമല്ലോ, സിമ്പിൾ അല്ലേ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചോദിക്കേണ്ട, ചിലപ്പോ വരാതിരിക്കാം. കീവേഡ്സ് മാത്രം പഠിച്ചാൽ മതിയോ? കീവേഡ്സ് കീവേഡ്സ് ആണ് ഇമ്പോർട്ടന്റ് കേട്ടോ. കീവേഡ്സ് പഠിക്കുക. കീവേഡ്സ് ഇപ്പോ ഞാൻ ചോദിക്കാണ്, ഇപ്പോ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസിൽ കീവേഡ്സ് ഏതൊക്കെയാണ്? Each, either, neither. ഓക്കെ, അപ്പൊ ഏതിൽ പറഞ്ഞ നാടാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഏത് പ്രോണാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റണ്ടേ, ഇത്രയേ ഉള്ളൂ. അങ്ങനെ പഠിച്ചു വയ്ക്കാം. തെറ്റിപ്പോയാൽ വീണ്ടും ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത് എനിക്ക്. ഇതേപോലെ മോക്ക് ടെസ്റ്റ് ഡൗട്ട് ഇതുവരെ ഇതുപോലെ ആരും ചോദിച്ചിട്ടില്ല കേട്ടോ. എന്തൊക്കെ ഡൗട്ട്സ് ആവുന്നു. ടെൻഷൻ അടിക്കേണ്ടത്, കൂൾ ആയിട്ടിരിക്കോ, സിമ്പിൾ ആണ്. ഫസ്റ്റ് എക്സാം അല്ലേ, അപ്പൊ പിന്നെ ടെൻഷൻ ആവത്തില്ല. ഇല്ല, ഇത് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എന്തിനാണെന്ന് അറിയോ? നിങ്ങൾക്ക് എക്സാം എങ്ങനെയാണ് എന്നൊരു ഐഡിയ കിട്ടണമല്ലോ, അതിന് വേണ്ടിയാണ് ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ തരുന്നത് കേട്ടോ. അല്ലാതെ ഈ മോക്ക് ടെസ്റ്റ് നിങ്ങളുടെ മെയിൻ എക്സാം ആയിട്ട് ഒരു ബന്ധവും ഇല്ല. ഈ അതിലെ മാർക്ക് എടുക്കോ അങ്ങനൊക്കെ ചിന്തിക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് അത് അറിയാൻ വേണ്ടിയാണ് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുണ്ട്, എന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളുടെ എബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ മോക്ക് ടെസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. ഓക്കെ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അതില്. മിസ് എന്തൊക്കെ എക്സാമിന് വന്നെന്ന് പറഞ്ഞ കീവേഡ്സ് വരും, പിന്നെ അങ്ങനെയൊന്നുമില്ല, എല്ലാം വരും. അതാണ് പിന്നെ പ്രൊനൗൺസ് എന്തോ പറഞ്ഞല്ല, എന്തോ പറഞ്ഞത് ഇപ്പൊ അങ്ങനെയായോ? പഠിച്ചതൊക്കെ വരും കേട്ടോ. അല്ല അതല്ല മിസ്സേ, ഞാൻ പറഞ്ഞില്ലേ വയ്യ, അപ്പൊ നോട്ട് ചെയ്തിട്ടില്ലേ പിന്നെ മറന്നു. അതാ ക്വസ്റ്റ്യൻ പറഞ്ഞു തരട്ടെ എന്തായാലും മോക്ക് ടെസ്റ്റിലെ. വേണ്ട, അത്ര മാം ഒരു കാര്യം പറയാം, മഞ്ജുവിന് ഇപ്പം ഹാൻഡി ആയിട്ടില്ല, ക്ലാസ് റൂമിൽ ഇപ്പൊ കേറിയിട്ടില്ല. അതുകൊണ്ട് അവള് സ്വയമായിട്ട് ക്ലാസ് റൂമായിട്ട് കേറിയിട്ട് റെക്കോർഡിംഗ് കേക്കട്ടെ. മഞ്ജു, ഇനി നിങ്ങളൊരു കാര്യം പറയാം. മോക്ക് ടെസ്റ്റിൽ എന്തോ 5 or 6 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, മനസ്സിലായോ? അപ്പൊ ഇത്രയും ഏതോ 5 വരും. ഇതാണ് സത്യം. മിസ് എല്ലാരും സൗണ്ട് കൊണ്ട് കേൾക്കണില്ല. കേൾക്കുന്നില്ല. ഓക്കെ, നാളെ മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. എല്ലാരും ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഇനിയിപ്പോ മാർക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒന്നുകൂടെ ഒന്ന് അറ്റൻഡ് ചെയ്യൂ. ഓക്കെ, മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് ക്ലാസ് റൂമിൽ വരും. നിങ്ങൾ അത് ജോയിൻ ചെയ്യാം, ലിങ്ക് ത്രൂ ജോയിൻ ചെയ്യാം, എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. യൂണിറ്റ് 2 മാത്രമാണോ വന്നത്? ഇപ്പൊ യൂണിറ്റ് 2 അല്ലേ പഠിച്ചോളൂ. ഓക്കെ ഓക്കെ, ഞാനേ വേറൊരു കുട്ടി ഇന്ന് എന്റെ കൂട്ടുകാരി ലീവാണ്, അപ്പൊ അവൾക്ക് പറഞ്ഞു കൊടുക്കണം. അതാ ടീച്ചറാണപ്പോ. ഇന്ന് അവളെന്തോ ഹോസ്പിറ്റൽ കേസിൽ പോയേക്കളെ, അപ്പൊ അവൾക്ക് പറഞ്ഞു കൊടുക്കാം. അതാ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കണത്. ഓക്കെ മിസ്. മാർക്ക് മീൻസ് എല്ലാവർക്കും കാണാല്ലേ? കാണാൻ തോന്നുന്നു. ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിയേ. ഇതേപോലെ എന്നോട് ആരും ചോദിച്ചിട്ടില്ല. എനിക്ക് മോക്ക് ടെസ്റ്റിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല, ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ്. അറ്റൻഡ് ചെയ്യൂ. മെയിൻ എക്സാമിനാണെങ്കിൽ ഓരോ ഡേയും ഓരോ എക്സാം ആണോ? എത്ര നാളായി ക്ലാസ് തുടങ്ങിയിട്ട്? അല്ല, നമുക്ക് മെയിൻ എക്സാമിന് ഒരു ഡേ ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ അടുത്ത ദിവസം വേറെ എക്സാം, അങ്ങനാണോ? അതെ, മെയിൻ എക്സാമിന് 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 100 മാർക്കിലാണ്. ഓക്കെ, സമാധാനം. ഒരുപാട് ഓണത്തിന് വെക്കേഷൻ ഉണ്ടോ? ഓണ സെലിബ്രേഷൻ കാര്യമൊക്കെ പറയാതിരിക്കുകയാണ്. ഓണ സെലിബ്രേഷൻ നിങ്ങൾക്ക് എന്ത് വേണം? ഏത് മിസ്സിന്റെ ക്ലാസ്സിൽ വേണം ഓണ സെലിബ്രേഷൻ? ഇപ്പൊ പറയണം. ഞങ്ങൾ എല്ലാ മിസ്സിന്റെയും ക്ലാസ്സിൽ ഓക്കെ. എല്ലാ മിസ്സുമാരും വേണം. എല്ലാ മിസ്സുമാരും വേണം. അപ്പൊ ഇന്ന് വെക്കണം. മൺഡേ ട്യൂസ്ഡേ ആണോ നല്ലത്? അല്ലേ? അതാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. മൺഡേ ഒരു ട്യൂസ്ഡേ.
മിസ്സേ ഡേറ്റ് നമുക്ക് ഫ്രൈഡേ വെക്കാം. അന്ന് അപ്പൊ പിള്ളേരൊക്കെ സ്കൂളിൽ പോവുമല്ലോ. മൺഡേ തൊട്ടിട്ട് വെക്കേഷൻ അല്ലേ. ഓ അല്ല ഡാൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഡാൻസ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഡാൻസ് ഒക്കെ ഉണ്ട്. സമയമുണ്ടോ? മിസ്സേ ഓണത്തിന് വെക്കേഷൻ ഉണ്ടോ? അല്ല മൺഡേയും ട്യൂസ്ഡേ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഓണം അടുത്ത് വരുന്നില്ലേ? ഫ്രൈഡേ ഡേറ്റ് പറയൂ. മൺഡേ ട്യൂസ്ഡേ പറയല്ലേ, ഡേറ്റ് പറയൂ. ഡേറ്റ് പറയണം. ഡേറ്റ് 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി. September 1 or 2 ഏത് വേണം? ഫ്രൈഡേ പറയുന്നുണ്ട് കുറച്ച് പേര്. എന്താ ചെയ്യണ്ടേ? 1 ഉം 2 അല്ലാതെ ഡേറ്റ് കുട്ടികൾക്ക് അതിന് വെക്കേഷൻ തുടങ്ങിയതിന് മുന്നേ ആക്കാം. 1ഉം 2ഉം വേണ്ട എന്നാണ് പറയുന്നത്. മൺഡേ ട്യൂസ്ഡേ വേണ്ട ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്രൈഡേ ആക്കാം. ക്ലാസ് ഉണ്ടാവും. നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചേ കേൾക്കട്ടെ. ഇന്ന് വേണം നിങ്ങൾ തന്നെ പറയൂ. ഫ്രൈഡേ ഫ്രൈഡേ മതി. ഡേ ആണെങ്കിലും ഡേറ്റ് പറയണം. എനിക്കല്ലെങ്കിൽ ഓർമ്മ കിട്ടത്തില്ല. എന്താ വേണ്ടേ? ഫ്രൈഡേ, മൺഡേ, ട്യൂസ്ഡേ ഏത് വേണം? 29 ആണെന്ന് തോന്നുന്നു ഫ്രൈഡേ. ഫ്രൈഡേ 29 ആണ് ഫ്രൈഡേ. ഏത് വേണം? 29 ഫ്രൈഡേ മതി. ഫ്രൈഡേ മതി മിസ്. ഫ്രൈഡേ മതി മിസ്. ഓക്കെ. ഓ പിള്ളേരൊന്നും ഉണ്ടാവില്ല. അപ്പൊ സുഖമായിട്ട് നിങ്ങൾക്ക് ഡാൻസും പാട്ടൊക്കെ നടത്താം. ഇതാണ് പ്ലാൻ. ഓക്കെ. അപ്പൊ ഫ്രൈഡേ നമുക്ക് ഫിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാ മിസ്സുമാരും ഉണ്ടാവില്ല അന്ന്. ഫ്രൈഡേ ഏത് മിസ്സാണ്? റോസ് മാഡം മിസ്. റോസ് ആണ്. ഓക്കെ. അപ്പൊ മിസ് മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ. എത്ര അവർ ഉണ്ടാവും പരിപാടിയിൽ? രാവിലെ ജോയിൻ ചെയ്യൂ. മതിയോ? അതല്ല, എല്ലാവരുടെ പ്രോഗ്രാം ഞങ്ങൾ ഹൗസ് ഒക്കെ ആയിട്ട് തിരിഞ്ഞ അപ്പൊ പ്രോഗ്രാം അതനുസരിച്ച് അറേഞ്ച് ചെയ്യണ്ടേ? 1 hour കേട്ടോ. 1 hour മാക്സിമം. ഓക്കെ മിസ്. അല്ലെങ്കിൽ അത്ര ഐറ്റം കുറയ്ക്കാം. ഓരോ ഗ്രൂപ്പിൽ നിന്ന് ഓരോ പരിപാടി മതിയല്ല, അതാണ്. 1 hour പോവാ. കുഴപ്പമില്ല. 2:30 to 2:45 വരെയൊക്കെ പോവാം. നോക്കൂ. നമുക്ക് ഓണം വെക്കേഷൻ ഉണ്ടോ? ടൈം മിസ് ടൈം പറഞ്ഞില്ല. സെലിബ്രേഷൻ ടൈം 1:30 to 2:30. ടൈം 1:30. നിങ്ങളുടെ ക്ലാസ് എപ്പോഴാണോ അപ്പൊ? ഓക്കെ. ഓക്കെ ഡീൽ. ഓക്കെ ഡീൽ. ഇനി വെക്കേഷൻ വേണം. നിങ്ങൾ സ്കൂളിൽ പോകുന്ന ആൾക്കാരാണോ? അല്ലല്ല, വീട്ടിലിരിക്കുന്നവരല്ലേ? നിങ്ങൾക്ക് വെക്കേഷൻ. വെക്കേഷനൊക്കെ അറിയിക്കോ കേട്ടോ. ഇൻഫർമേഷൻ വരും. ഫ്രൈഡേ എനിക്കും പറ്റില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. നിങ്ങൾ ഓണം കഴിഞ്ഞ് വെക്കും മാം. അതൊരു രസം ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ തീരുമാനിക്കും. ഓക്കെ. ഏതാണെങ്കിലും ആ ടീച്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ടീച്ചേഴ്സ് ആ ടൈമില് അവർ ഫ്രീ ആണെങ്കിൽ അവർ വന്ന് ജോയിൻ ചെയ്യും. ഞാൻ എന്തായാലും ഫ്രീ ആയിരിക്കില്ല. ഞാൻ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ. അപ്പൊ ഡേറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്തിട്ട് മിസ്സിനൊന്ന് അറിയിച്ചാലും മതി, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞാലും മതി. തേഴ്സ്ഡേ വരുമ്പോഴോ അല്ലെങ്കിൽ വേറെ മിസ്സിന് നാളെ ക്ലാസ് ഉണ്ടാവും. നാളെ ആരുടെ ക്ലാസ്സാ? എനിക്കറിയില്ല. മേഡത്തിന്റെ ജിഷ മാമിന്റെ. ഓക്കെ. നിങ്ങളൊരു കാര്യം ചെയ്യൂ, പറയൂ കേട്ടോ. നാളെയോ മറ്റന്നാളോ ഡേറ്റ് ഒന്ന് കൺഫേം ചെയ്ത് നിങ്ങൾ പറഞ്ഞാലും മതി. ഓക്കെ. നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. എന്തായാലും ഫ്രൈഡേ, മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ ആയിരിക്കും. അതിക്ക് മുന്നേ വേണോ? തേഴ്സ്ഡേ വെക്കണോ? അല്ലെങ്കിൽ ഒന്നും പരിപാടി അവതരിപ്പിക്കാൻ പറ്റില്ല. മിസ്സേ അങ്ങനെ ഓണത്തല്ല് മാത്രം വെക്കാൻ പറ്റുള്ളൂ. പരിപാടിയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ തീരുമാനിക്കും കേട്ടോ. അത് ചെയ്യാം. ഓക്കെ. പിന്നെ എന്താണ്? പിന്നെ എന്തെങ്കിലുമൊക്കെ പറയൂ. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്താ നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. എന്റെ ക്ലാസ് എങ്ങനെയുണ്ട് ഒന്ന് പറഞ്ഞേ. ഒന്ന് അറിയണം എനിക്ക്. ഫീഡ്ബാക്ക് പറയും. നെഗറ്റീവും പറയും, പോസിറ്റീവും പറയാം. ഞാൻ ഫസ്റ്റ് പറയാം. എനിക്ക് വെക്കാൻ പറഞ്ഞിട്ട് പോകാല്ല. നല്ല സൂപ്പർ ക്ലാസ് ആണ് മിസ്. പിന്നെ എന്താ പറയണത്, എനിക്ക് പാടില്ലെങ്കിലും ഞാൻ മിസ്സിന്റെ ക്ലാസ് ആയതുകൊണ്ടാണ് കയറിയത്. ഓ എനിക്ക് വയ്യ. മനസ്സിലായി. അതെ. മഞ്ജുവിനെ പറയാറുണ്ടോ?
ഇംഗ്ലീഷ് ക്ലാസ് നേരിട്ട് കേൾക്കണതാണ് എനിക്ക് ഇഷ്ടം. റെക്കോർഡ് ക്ലാസ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഭാഗ്യം. ഇനി നോക്കണം എക്സാം എങ്ങനെയുണ്ടെന്ന് നോക്കണം. മിസ്സിന്റെ ക്ലാസ് സൂപ്പറാണ്. ഓക്കെ, താങ്ക് യു. സ്പീഡ് ഉണ്ട്, അതാണ് ഒരു നെഗറ്റീവ് സ്പീഡ് ആണല്ലേ. ആച്ചാ പിന്നെന്താ, സ്പീഡ് കൂടി പോകുന്നുണ്ടോ എന്ന് സംശയം. സ്പീഡ് കുറച്ച് കൂടുന്നുണ്ടല്ലേ. ഓക്കെ, എന്നിട്ട് സ്ലോ ആക്കാട്ടോ. പിന്നെന്താ, നമുക്ക് അടുത്ത ചാപ്റ്റർ മുതൽ സ്പീഡ് ഒന്ന് കുറയ്ക്കാം. സ്പീഡ് കൂടുമ്പോ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ സംസാരിക്കുന്നത് പൊതുവെ സ്പീഡിലല്ലേ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും കേട്ടോ. പിന്നെന്താ, എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ ആണല്ലോ അപ്പൊ. അപ്പൊ ഓണ സെലിബ്രേഷൻ എന്തൊക്കെയാണ് പരിപാടി? പാട്ട്, ഡാൻസ് ഇതൊക്കെയുണ്ട്. ഒന്നും തീരുമാനിച്ചിട്ടില്ല മാഡം. തീരുമാനിച്ചിട്ടില്ല. ഇല്ല, ഞങ്ങൾ ഓരോ ഗ്രൂപ്പുകൾ ഇങ്ങനെ തിരിച്ചു. അപ്പൊ അതില് കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മളൊന്ന് ചർച്ച ചെയ്തിട്ട് ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് പ്രോഗ്രാംസ് അവതരിപ്പിക്കാൻ താല്പര്യമുള്ളത് നോക്കിയിട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചു. ഓക്കെ, മാക്സിമം നിങ്ങൾ മാക്സിമം എല്ലാം യൂട്ടിലൈസ് ചെയ്യും കേട്ടോ. ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടില്ല. ഓക്കെ, നല്ലതാണ്. കാരണം ഇതൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ മിസ് ചെയ്യും. കാരണം എല്ലാ മോണ്ടിസോറി കോഴ്സും ബാച്ച് ഒക്കെ പാസ് ഔട്ട് ആയി പോകുമ്പോൾ ഭയങ്കര മിസ്സിംഗ് ആണ് അവർക്ക്. അവർ പറയുന്നത് നമുക്ക് കേൾക്കാം. സോ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യുക, ഓരോ മൊമെന്റും എൻജോയ് ചെയ്യുക. ഓക്കെ, ടെൻഷൻസ് ഒക്കെ ഉണ്ടാകും, സ്വാഭാവികമാണല്ലോ. എല്ലാവരും ലൈഫിലും ടെൻഷൻ ഉണ്ട്. ടെൻഷൻ ഇല്ലാത്ത പക്ഷിമാരുണ്ടാവും. നിങ്ങൾ മാറ്റി വയ്ക്കുക, ഈ 1 hour എൻജോയ് ചെയ്യും. ഓക്കെ മിസ്, മിസ്സിന്റെ പവർ എനിക്ക് കിട്ടട്ടെ. അതെ അതെ, റെസ്റ്റ് എടുക്കൂട്ടോ. അധികം സംസാരിക്കണ്ട, റെസ്റ്റ് എടുത്തോളൂ. ഓക്കെ മിസ്. ഓക്കെ, പിന്നെന്താണ് പറയൂ. ഇനിയിപ്പോ ഒന്ന് എനിക്ക് ചീട്ടുകാലൊന്നും എന്റെ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ഇത്ര പെട്ടെന്ന് ഒരു ചാപ്റ്റർ കഴിയുമെന്ന് വിചാരിച്ച സ്പീഡിന്റെ ആയിരിക്കും അല്ലെ. സ്പീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. സ്പീഡ് കൂടുന്നുണ്ട് നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഡൗട്ട്സും ഇല്ല. എന്താണത്? അത്യാവശ്യം അറിയാവുന്ന കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന്. അപ്പൊ ഞാൻ പഠിപ്പിച്ചില്ല, അത്യാവശ്യം അറിയാവുന്നതുകൊണ്ടാണ്. മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡൗട്ട്സ് വരും. അങ്ങനല്ല മിസ്, അങ്ങനെയല്ല, പഠിപ്പിക്കുന്നത് കൊണ്ട് അത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അതുകൂടാതെ ഇപ്പൊ പിള്ളേർക്ക് മിക്കവാറും ആൾക്കാർക്ക് ബുക്സ് എനിക്ക് തോന്നുന്നു കിട്ടിയിട്ടില്ല. കുറച്ച് പേർക്ക് ബുക്സ് കിട്ടിയിട്ടുള്ളൂ. ബുക്സ് ഒക്കെ വരുമ്പോൾ അവർ സ്വയമേ വായിച്ച് പഠിക്കുമ്പോൾ ഡൗട്ട്സ് വരും. ഓക്കെ, മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യും. മനസ്സിലാവും, ഒരു ഐഡിയ കിട്ടും. പിന്നെ എക്സാമിനെ കുറിച്ചൊന്നും അധികം ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഇംഗ്ലീഷിനെ പ്രത്യേകിച്ച് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാക്സിമം കേൾക്കുക, ശ്രദ്ധിച്ചിരിക്കുക, ആ ടൈമിൽ പഠിക്കാൻ നോക്കാം. ഓക്കെ, ക്ലാസ്സിൽ വെച്ചിട്ട് തന്നെ പഠിച്ചിട്ട് പോകാം മാക്സിമം. പിന്നെ ഒരിക്കലും മറക്കില്ല. പിന്നെ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് എക്സാമിനാണെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുന്ന മിക്കതും പുറത്തുനിന്നായിരിക്കും. പുറത്തുനിന്ന് മീൻസ് ചോദിക്കുന്ന പ്രോണോണിനെ നൗണിനെ കുറിച്ചിട്ടായിരിക്കും. സോ ക്വസ്റ്റ്യൻ വരുന്നത് പുറത്തുനിന്നാണ്. അതായത് ടെക്സ്റ്റിൽ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. വളരെ അപൂർവം മാത്രമാണ് ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, മോക്ക് ടെസ്റ്റിന് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാറുണ്ട്, പക്ഷെ മോസ്റ്റ്ലി പുറത്തുനിന്നായിരിക്കും. പുറത്തുനിന്നാണെങ്കിലും പേടിക്കണ്ട, പഠിച്ചത് തന്നെയാണ്. പഠിച്ചതിന്റെ ബേസ് ഇതായിരിക്കും പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാം. അത്രയേ ഉള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് പാറ്റേൺ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പാറ്റേൺ മനസ്സിലാവുമ്പോ ടെൻഷനൊക്കെ മാറിപ്പോകും. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോ നാളെ മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ്, അറ്റൻഡ് ചെയ്യാം. സൈൻ ഔട്ട് പറയാം, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Yes. Good afternoon, ma'am. I am Nimmi. Thank you, ma'am. The class was very nice. We understood the lesson very well today. We will revise what we learned. Ma'am, see you in the next class. Goodbye all and have a nice day. ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് ഇംഗ്ലീഷിൽ ട്രൈ ചെയ്യാനായിട്ട്. ഇടക്കിടക്ക് മലയാളം വരുന്നുണ്ട്. ഓക്കെ മഞ്ജു, മനസ്സിലായില്ല. ഞാൻ അടുത്ത ക്ലാസ്സിൽ വരട്ടെ, ഞാൻ മഞ്ജുനെ വിളിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, സോ താങ്ക് യു ഓൾ. സീ യു നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. ഓക്കെ മിസ്, താങ്ക് യു മാം. Okay, ma'am. Thank you. Thank you, ma'am.